ഇനി തൃശ്ശൂരിലേക്ക് പോവുകയാണ്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിജി ജസ്റ്റിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. 33 എന്ന മാജിക് നമ്പറിന് അപ്പുറത്തേക്ക് വോട്ടുകൾ നേടുമെന്നൊക്കെ അവർ പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ സത്യപ്രതിജ്ഞ നടന്നോ? സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അല്പസമയത്തിനകം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 35 വോട്ടുകൾ നേടിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിന്റെ മേയറായി ചുമതലയേൽക്കുന്നത്. 33 അംഗങ്ങളാണ് കൗൺസിലിൽ കോൺഗ്രസിനുള്ളത്. 2 വോട്ടുകൾ ഡോക്ടർ നിജി ജസ്റ്റിൻ അധികം നേടി എന്ന് പറയുമ്പോൾ 2 വിമതരുടെ വോട്ടുകൾ നിജി ജസ്റ്റിൻ നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 13 വോട്ടുകൾ ഇടതുപക്ഷം നേടിയിട്ടുണ്ട്. 8 വോട്ടുകൾ NDA നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇടതുപക്ഷവും NDAയും കൃത്യമായി അവരുടെ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പ്രാഥമികമായി മനസ്സിലാക്കാൻ. 2 വിമതന്മാരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിയതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിജി ജസ്റ്റിന്റെ സത്യപ്രതിജ്ഞ കാണാം. ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അമൃത, ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിന്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറെക്കാലത്തിന് ശേഷമാണ് കോൺഗ്രസിന് തൃശ്ശൂർ കോർപ്പറേഷനിൽ വീണ്ടും ഭരണം കിട്ടുന്നത്. വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസിന്റെ നിജി ജസ്റ്റിൻ മേയറായി ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 35 വോട്ടുകൾ അവർ നേടി. 33 കൗൺസിലർമാരുടെ എണ്ണത്തോടുകൂടി ഇത്തവണ പ്രബലരായി തന്നെയാണ് കോൺഗ്രസ് കോർപ്പറേഷൻ ജയിച്ചു കയറിയത്. പക്ഷേ ഇന്ന് രാവിലെ മുതലുണ്ടായിരുന്ന വിവാദങ്ങൾ ഈ ജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിരുന്നു. നിജി ജസ്റ്റിൻ അവർ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. യൂത്ത് കോൺഗ്രസിലും KSUവിലും മഹിളാ കോൺഗ്രസിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന സ്ത്രീയാണ്. ഇവരെ പ്ലേസ് ചെയ്യുക വഴി മികച്ചൊരു ഭരണാധികാരിയെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പ്രത്യാശിക്കുന്നത്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും ആദ്യ തവണയാണ് ഇവർ മത്സരിച്ച് ജയിച്ചത്. നഗരഹൃദയത്തിലുള്ള ഒരു വാർഡ് തന്നെയാണ് കിഴക്കുംപാട്ടുകര. എന്തായാലും തനിക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമെന്നും തൃശ്ശൂർ നഗരത്തിന് വേണ്ട നിരവധി വികസന പദ്ധതികൾ മനസ്സിലുണ്ടെന്നും കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ വലിയൊരു പടയൊരുക്കം തന്നെ നിജിക്കെതിരെ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. ലാലി ജെയിംസ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾക്കൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. എന്നിരുന്നാലും വോട്ടെടുപ്പിൽ 2 കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വളരെ അപ്രമാദിത്വം കാണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന് കോർപ്പറേഷനിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വരും ദിവസങ്ങളിലും ആരോപണങ്ങൾ കടുക്കുമ്പോഴും വലിയ തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചതിലും അതിലും അധികം വോട്ടുകൾക്ക് ജയിപ്പിക്കാനായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ്. ഇനി നിയമസഭയാണ് കോൺഗ്രസിന്റെ മനസ്സിൽ മുന്നിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അടുത്ത ദിവസം മുതൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ആരംഭിക്കും. അമൃത.